internet family. എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് ഒക്കെ കഴിഞ്ഞു. I hope എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഓണമൊക്കെ നമുക്ക് പ്രേ ചെയ്യാം ഇങ്ങനത്തെ ഒരു ഓണം ഇനി നമുക്ക് കാണാൻ വരരുത്. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രോഡക്ട്സ് വാങ്ങിച്ചത് എന്താന്ന് വെച്ചാൽ obviously നമ്മൾ കുറച്ച് സ്കിൻ കെയർ ആൻഡ് കുറച്ച് മേക്കപ്പ് ആണല്ലോ വാങ്ങിക്കാറുള്ളത്. അങ്ങനെ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ഇതാ ഈ ഒരു വലിയ ബോക്സിലാണ് എനിക്ക് പേർപ്പിൾ. ഓക്കെ, ഇന്നത്തെ ഹോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പേർപ്പിൾ ഹോളാണ്. ഫോർ മീ പേഴ്സണലി എനിക്ക് പേർപ്പിൾ എന്ന വെബ്സൈറ്റ് എനിക്കിഷ്ടമാണ്. പലരും പറയാറുണ്ട് ഭയങ്കര ഷെയ്ഡി പ്രോഡക്ട്സ് ആണ് എന്നൊക്കെ. പക്ഷേ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും പല ഒപ്പീനിയൻ ആണ് അല്ലേ. ചില പ്രോഡക്റ്റ് മേ ബി വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇന്നേ വരെ പേർപ്പിളിൽ നിന്ന് ഒരു മോശം അനുഭവമോ അല്ലെങ്കിൽ പേർപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമില്ല എന്ന് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇത് ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഓണസ്റ്റ് ഒപ്പീനിയനെ ഞാൻ പറയുള്ളൂ. സോ ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഇതുവരെ പേർപ്പിളിൽ നിന്ന് ഒരു മോശം അനുഭവവും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്രോഡക്ട്സ്. ലൈക്ക് നമ്മൾ എല്ലാം നല്ല ഹൈ എൻഡ് ബ്രാൻഡ്സും ഉണ്ട്. ലൈക്ക് ഇപ്പോൾ അവർക്ക് മാക് വരെ ഉണ്ട് ആൻഡ് എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട്. എസ്പെഷ്യലി അവരുടെ സ്കിൻ കെയർ റേഞ്ച് ജസ്റ്റ് ഓസം. എനിക്ക് അവരുടെ സ്കിൻ കെയർ റേഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്കിൻ കെയർ വാങ്ങിച്ചിട്ടുണ്ട് ആൻഡ് കുറച്ച് മേക്കപ്പ് ഐറ്റമും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഹോൾ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വാവ് സ്കിൻ സയൻസിൻ്റെ വൈറ്റമിൻ സി സ്കിൻ മിസ്റ്റ് ടോണർ ആണ്. എനിക്ക് വൈറ്റമിൻ സി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റമിൻ സി സീറം ആയിക്കോട്ടെ, വൈറ്റമിൻ സി എന്തിലടങ്ങിയിട്ടുണ്ടോ എനിക്ക് ആ പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാവ് ഒബ്വിയസ്ലി വാവ് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നോ പാരബൻസ്, നോ സൾഫേറ്റ്സ്, നോ സിലിക്കോൺസ്, നോ മിനറൽ ഓയിൽ, നോ ആൽക്കഹോൾ. നമ്മൾ ടോണർ അല്ലെങ്കിൽ നമ്മൾ ഒരു മിസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒട്ടും ഉണ്ടാവരുത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ല അല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽക്കഹോൾ. ആൻഡ് ഒബ്വിയസ്ലി പാരബൻ സൾഫേറ്റ്സ് ഒന്നും ഒബ്വിയസ്ലി നല്ലതല്ല. അപ്പോൾ നമ്മൾ ടോണർ വാങ്ങിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു ആൽക്കഹോൾ ഫ്രീ ടോണർ വാങ്ങിക്കണം. ആൻഡ് ഈ ഒരു ടോണർ ആൽക്കഹോൾ ഫ്രീ ടോണർ ആണ്. ഞാൻ എൻ്റെ വാവിൻ്റെ എനിക്ക് തോന്നുന്നു തേർഡ് പ്രോഡക്റ്റ് ആണിത്. ഫസ്റ്റ് ഞാൻ അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ അവരുടെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഷാംപൂ കണ്ടീഷണർ എനിക്ക് ഓക്കെ സോ കൈൻഡ് ആയിരുന്നു. പക്ഷെ അവരുടെ അലോവേര ജെൽ അടിപൊളി. എനിക്ക് പതഞ്ജലിയുടെ അലോവേര ജെല്ല് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അലോവേര ജെൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വാവിൻ്റെ അലോവേര ജെല്ലാണ്. ഞാൻ അലോവേര ജെൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്കിൻ കെയർ റെജിമിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാവ് സ്കിൻ സയൻസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറി. ഇത് വാവ് സ്കിൻ സയൻസിൻ്റെ വൈറ്റമിൻ സി മിസ്റ്റ് ആണ്. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, കണ്ടില്ലേ ഇത് പാക്കറ്റ് അങ്ങനെ തന്നെ ആണ്. വൈറ്റമിൻ സി എപ്പോഴും ഒരു ഡാർക്ക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അതിൻ്റെ ക്വാളിറ്റിക്ക് നല്ലത്. സോ ഇതിൻ്റെ പാക്കേജിങ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നല്ലൊരു ടാങ്കി ഫ്രേഗ്രൻസ് ആണുള്ളത്. കാരണം ഇതിൽ നമുക്ക് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, ലെമൺ എസെൻഷ്യൽ ഓയിൽ, വിച്ച് ഹേസൽ ആൻഡ് അലോവേര എക്സ്ട്രാക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാം നമ്മുടെ സ്കിന്നിനെ റിഫ്രഷിങ് ആക്കാനും സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ അപ്പ് ഒന്ന് റേഡിയൻ്റ് ആക്കാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരാം. ലെമൺ എസെൻഷ്യൽ ഓയിൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്, റിച്ച് ഇൻ വൈറ്റമിൻ സി. ഓറഞ്ച് എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെയാണ്. വിച്ച് ഹേസൽ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പോർസിനെയൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആസ്ട്രിഞ്ചൻ ആണ്. സോ അതും ഒബ്വിയസ്ലി നമ്മുടെ സീബം പ്രൊഡക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്യും. ആൻഡ് അലോവേര ഒബ്വിയസ്ലി നാച്ചുറൽ മോയ്സ്ചറൈസർ തരാനായിട്ട്
ആലോവേര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ ഒന്ന് നന്നായിട്ട് പ്ലംപ് ആക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ വേറെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കുക. സോ ദാറ്റ് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ സൂട്ട് ചെയ്തില്ല എങ്കിലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് മാമ എർത്തിന്റെ ഒരു റീസെന്റ് ലോഞ്ച് അല്ല, എന്നാലും ഒരു പുതിയ ലോഞ്ചാണ്. ഇത് ഭയങ്കര ഒരു ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഇവരുടെ മാമ എർത്തിന്റെ വൈറ്റമിൻ സി സ്ലീപ്പിംഗ് മാസ്ക് വിത്ത് വൈറ്റമിൻ സി ആൻഡ് അലോവേര ആണ് ഫോർ സ്കിൻ ഇലുമിനേഷൻ. ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഐ നോ മാമ എർത്തിനെ പറ്റിയിട്ട് ഭയങ്കര കോൺട്രവേഴ്സീസ് ഒക്കെ നമ്മുടെ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുണ്ട്. എൻ്റെ ഒരു മാമ എർത്തിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമേ ഇവരുടെ സൂട്ട് ചെയ്തില്ല. ഇവരുടെ ഒരു ഓയിൽ ആപ്പിൾ സൈഡർ വിനേഗറിന്റെ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അതെനിക്ക് ഒട്ടും സൂട്ട് ചെയ്തില്ല. അല്ലാണ്ട് എനിക്ക് ഇവരുടെ മാമ എർത്തിന്റെ ഫേസ് മാസ്ക്, സൺസ്ക്രീൻ ഒക്കെ എനിക്ക് ശരിക്കും നന്നായിട്ട് സൂട്ട് ചെയ്തു. ഇവരുടെ ഒരു ആന്റി പൊല്യൂഷൻ ക്രീം ഉണ്ട്, അതും എനിക്ക് യൂസ് ചെയ്തു. അത് ഈ ഹോളിലുണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു മാമ എർത്തിന്റെ നോർമൽ ഒരു സ്റ്റാൻഡേർഡ് പാക്കേജിങ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് ഇതാ വരുന്നത്. സ്ലീപ്പിംഗ് മാസ്ക് ആണ്, ടൈപ്പ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരുന്നത്. എന്താ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇവരുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ജെൽ ആണ്, പക്ഷെ ഒരു മാറ്റ് ആണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത്. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഒരു കുറച്ച് വെള്ളം നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചു ആൻഡ് മസാജ് ചെയ്തു. അത് നന്നായിട്ട് അബ്സോർബ് ആയി പോയില്ലേ. കുറച്ച് സ്ലിപ്പറി ആണ്, പക്ഷെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി പോവും. അതുകൊണ്ടാണ് ഇതിനെ സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആയി നമുക്ക് നല്ലൊരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. ഇതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രേഗ്രൻസ്. അതല്ലാണ്ട് മാമ എർത്തിന്റെ പ്രോഡക്ട്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ആൻഡ് തേർഡ് പ്രോഡക്റ്റും നമ്മുടെ മാമ എർത്തിന്റെ ആന്റി പൊല്യൂഷൻ ക്രീമാണ്. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത് അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. ഇത് എസ്പെഷ്യലി നമ്മൾ ഒബ്വിയസ്ലി പുറത്തു പോകും പല കാര്യങ്ങൾക്കായിട്ട്. ഓഫീസ് പോകുന്നവരുണ്ട്, ഹൗസ് വൈഫ് ആണെങ്കിലും പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പുറത്തു പോകും. അപ്പം ഇത് ടൈം വെച്ച് നോക്കുമ്പോൾ എന്താണ്, വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളാണ്. സോ ഒബ്വിയസ്ലി വണ്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പൊല്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. ഇതിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഒട്ടും ഗ്രീസി ആക്കുന്നില്ല, എൻ്റെ ഫേസ് ഒട്ടും ഡൾ ആക്കുന്നില്ല. എനിക്ക് അങ്ങനെ ടച്ചപ്പ് ചെയ്യണോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇട്ടിട്ട് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ ഇടാം. നെക്സ്റ്റ് 2 പ്രോഡക്ട്സ് ബയോട്ടിക് ബ്രാൻഡിന്റെ ആണ്. ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റ് ആണ്. ആദ്യത്തേത് ഈ ഒരു ബയോട്ടിക്കിന്റെ ബയോ കുക്കുംബർ പോർ ടൈറ്റനിങ് വാട്ടർ with Himalayan waters from normal to oily skin. നമുക്ക് ഫസ്റ്റ് ഇതിനെ കുറിച്ചിട്ട് പറയാം, എന്നിട്ട് നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാം. സോ ഇത് ബേസിക്കലി ഒരു ടോണറാണ്. എല്ലാവരും ഒരുപാട് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ളൊരു ടോണറാണ് ഇത് കേട്ടോ. ഐ ഡോണ്ട് നോ, ബയോട്ടിക് ആസ് എ ബ്രാൻഡ് പണ്ട് തുടങ്ങിയുള്ളത് ആയത് കാരണം ഒരു ട്രസ്റ്റ് ഉണ്ട്. ബയോട്ടിക്കിന്റെ കുറച്ച് പ്രോഡക്ട്സ് നല്ലതാണെങ്കിൽ കുറച്ച് പ്രോഡക്ട്സ് ഭയങ്കര മോശമാണ്. എനിക്ക് ബയോട്ടിക്കിന്റെ ഷാംപൂസ് ഒന്നും എനിക്ക് സൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മുടിയൊക്കെ ഭയങ്കര റഫ് ആക്കിയിട്ടുണ്ട്, ഫ്രിസി ആക്കിയിട്ടുണ്ട്. അപ്പം ഐ ഡോണ്ട് നോ, ഞാൻ ബയോട്ടിക്കിന്റെ സ്കിൻ പ്രോഡക്ട്സ് യൂസ് 1-2 പ്രോഡക്ട്സ് അങ്ങനെ ഇങ്ങനെ എവിടെയൊക്കെയോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഭയങ്കര റിലീജിയസ്ലി ഞാൻ ബയോട്ടിക് അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. സോ ഇതിങ്ങനത്തെ നോർമൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. ക്യാപ്പാണുള്ളത്, സ്പ്രേ അല്ല. അപ്പം നമുക്ക് ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലുണ്ട് കേട്ടോ. കുക്കുംബറിൻ്റെയൊക്കെയാണ്, ബട്ട് സ്റ്റിൽ നല്ല സ്ട്രോങ് സ്മെല്ലാണ്. ആൻഡ് എനിക്ക് സ്പ്രേ ആയിട്ടുള്ള ബോട്ടിൽസ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണത് യൂസ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കോട്ടൺ പാഡ് യൂസ് ചെയ്യണം, കോട്ടൺ വേസ്റ്റ് ആണ്. സോ
അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അതൊരു സ്പ്രേ ബോട്ടിൽ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നല്ലതായിരുന്നേനെ. ഇതിനി യൂസ് ചെയ്തിട്ട് നോക്കണം എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് ഉള്ളത്. പ്രോഡക്റ്റ് ഇതാണ്. ഇത് ബയോട്ടിക്കിന്റെ ബയോഡാൻഡിലിയൻ വിസിബിളി ഏജ്ലെസ് സീറം ആണ്. ആൾക്കാർ ഒരുപാട് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു സീറമാണിത്. ഇത്രേ ഉള്ളൂ സാധനം. പ്ലാസ്റ്റിക് ബോട്ടിലാണ്, വൈറ്റ് കളർ സീറമാണ്. സീറം കൺസിസ്റ്റൻസി ആണോ എന്ന് ചോദിച്ചാല് അല്ല. ഒരു കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വൈറ്റ് കളറാണ്. ആൻഡ് ഒരു നമുക്കൊരു ലോഷൻ എങ്ങനെയാണ് അതുപോലത്തെയാണ്. ആൻഡ് ഫ്രേഗ്രൻസ് ഭയങ്കര സ്ട്രോങ് ഫ്രേഗ്രൻസ് ആണ്. നമ്മുടെ ഈ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ മണമില്ലേ അതുപോലത്തെ ഫ്രേഗ്രൻസ് ആണിത്. എനിക്ക് ഒരുപാട് ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളത് കാരണം വലിയ രീതിയിൽ എനിക്കങ്ങനെ സഹിക്കാൻ പറ്റാറില്ല. ആൻഡ് എസ്പെഷ്യലി സ്കിൻ കെയറിലൊക്കെ നമ്മൾ മിനിമം ഫ്രേഗ്രൻസ് ഉള്ളതാണ് നല്ലത്. നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ലല്ലോ. സോ ഇതും ഇനി എനിക്ക് യൂസ് ചെയ്തിട്ട് വേണം. ഇതിന്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. 1-2 ഇതിൽ ഐറ്റംസിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബയോട്ടിക്കിന്റെ പ്രോഡക്ട്സ്. ഇനി നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഗുഡ് വൈബ്സ് ബ്രാൻഡിന്റെ ഈ ഒരു മേക്കപ്പ് ക്ലെൻസിങ് ലോഷൻ ആണ്. ഒലിവ് വേരിയന്റ് ആണ്. ഞാനിതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നോർമൽ ഒരു മേക്കപ്പ് ക്ലെൻസിങ് ലോഷൻ ആണ്. നമ്മുടെ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ മേക്കപ്പ് ക്ലെൻസേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് പണ്ട് തുടങ്ങിയ അയൂറാണ്. ആ ഒരു വൈറ്റ് ആൻഡ് പേർപ്പിൾ കളർ ക്യാപ്പിന്റെ ഒരു ബോട്ടിൽ വരില്ല. ഞാൻ അതാണ് മേക്കപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സെസമി സീഡ് ഓയിൽ. ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു മേക്കപ്പ് ക്ലെൻസിങ് ലോഷൻ വാങ്ങിച്ചത്. എൻ്റെ കയ്യിലുള്ളത് ഇത് ഗുഡ് വൈബ്സിന്റെ തന്നെ പീച്ച് വേരിയന്റിന്റെ ഫോമിംഗ് ഫേസ് വാഷ് ആണ്. നല്ല ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. പീച്ച് വേരിയന്റ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഹൈഡ്രേറ്റിംഗ് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. നമ്മുടെ നോർമൽ ഫേസ് വാഷ് ഇങ്ങനെ ലിക്വിഡ് പോലത്തെ അല്ല. നമ്മൾ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു ഫോം പോലെയാണ് വരുന്നത്. ഫോം ആയിട്ടുള്ള ഫേസ് വാഷസ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നൊക്കെ നല്ലതായിരിക്കും. എനിക്ക് കാണിക്കാനുള്ളത് വിത്ത് സിട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സീറം ആണ്. ഇത് 20% പ്യോർ 20% വൈറ്റമിൻ സി സീറം ആണ്. ഇത് ഏജ് ഡിഫൈനിങ് സീറം ആണ് കേട്ടോ. ഇത് നമ്മുടെ പ്രീമച്യൂർ ഏജിങ്ങിനെ ഡിലേ ചെയ്യും. നമ്മുടെ റിങ്കിൾസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിഡ്യൂസ് ചെയ്യും. നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻഹാൻസ് ചെയ്യും. സ്കിൻ നന്നായിട്ടൊന്ന് നറിഷ് ചെയ്യും. ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റും. ആൻഡ് ഡാമേജ് സ്കിൻ ഉണ്ടെങ്കിൽ അതിനെയും ഹീല് ചെയ്യും. വൈറ്റമിൻ സി സീറമാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വൈറ്റമിൻ സിനോട് കുറച്ചൊരു ചായവുണ്ട്. വൈറ്റമിൻ സിയോടെ ഞാൻ അങ്ങോട്ട് ചാഞ്ഞു പോകും. വൈറ്റമിൻ സി എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ചിലവർക്ക് വൈറ്റമിൻ സി ഞാൻ പറഞ്ഞല്ലോ സൂട്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം നിങ്ങൾ വൈറ്റമിൻ സി സീറംസ് അല്ലെങ്കിൽ വൈറ്റമിൻ സി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. മോർണിംഗ് ആൻഡ് ഈവനിങ് യൂസ് ചെയ്യാനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഞാൻ വൈറ്റമിൻ സി ഞാൻ നൈറ്റിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. ഇനിയും എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ ഒന്നും ഇല്ല. ഇനിയും കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മാത്രമാണ്. നമുക്കത് വേഗം തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് മേബ്ലിൻ്റെതായ ഒരു മാസ്റ്റർ സ്ട്രോബിംഗ് ക്രീമാണ്. സ്ട്രോബിംഗ് ക്രീം പലർക്കും അറിയായിരിക്കും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ നാച്ചുറലി ഒരു ഇലുമിനേറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷന് മുന്നേ നമുക്ക് സ്ട്രോബ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു ഡ്യൂയി ലുക്ക് തരും. അതല്ല സ്ട്രോബ് ക്രീം നമുക്ക് ആസ് ഇറ്റ് ഈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി മാക്കിൻ്റെ ഒക്കെ സ്ട്രോബ് ക്രീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഇത്രയേ ഉള്ളൂ സാധനം. ഇതിൽ എൻ്റെ ഷെയ്ഡ് ന്യൂഡാണ് ആൻഡ് ഒരെണ്ണം പിങ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ ന്യൂഡാണ് എടുത്തേക്കുന്നത് കാരണം എൻ്റെ സ്കിൻ കളറിന് ഇതാണ് മാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. സോ ഇത് ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് നമുക്കിത് ജസ്റ്റ് നമ്മൾ ഫുൾ ഫേസിൽ ഓൾ ഓവർ വേണമെങ്കിലും ഇടാം. അല്ല നമുക്ക് ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇവിടെ ഇത് അപ് ടു യു, നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അടുത്തതും എൻ്റെ കയ്യിൽ
മേബിലിൻ്റെ തന്നെ ഒരു വി ഫേസ് ഡുവോ സ്റ്റിക്ക് ആണ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹൈലൈറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ആണ് കേട്ടോ. ഇവിടെയാണ്, ഇങ്ങനെയാണ് ക്യാപ്പാണ്. ക്യാപ്പ് തുറക്കുക, നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക, നമുക്ക് ഇവിടെ ഹൈലൈറ്റർ വരും ഈ ഒരു സൈഡിൽ. ആൻഡ് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഹൈലൈറ്റർ വരും, ആൻഡ് ഈ ഒരു സൈഡിൽ നമുക്ക് കോൺടോർ ഷെയ്ഡ് വരും. ഈ ഒരു ഇതാണ് ഡാർക്ക് ഷെയ്ഡ് കേട്ടോ. ഈ ഒരു കോൺടോർ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ലൈറ്റ് ആയിരിക്കും. ഐ ഡോണ്ട് നോ, നമുക്ക് ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, കാരണം ആവശ്യം വന്നില്ല യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു ഒരു പ്രോഡക്റ്റിൽ തന്നെ രണ്ട് സംഭവം കിട്ടുന്നുണ്ട്. ഒരു ഹൈലൈറ്ററും കിട്ടുന്നുണ്ട്, ഒരു കോൺടോർ സ്റ്റിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകം രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇപ്പം ലോക്ക്ഡൗൺ ആണ്, കോവിഡ് ആണ്, ആരും എങ്ങും പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു കാലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം കൂടെ എടുത്തോണ്ട് പോകണ്ടല്ലോ. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്ററും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇങ്ങനത്തെ സ്റ്റിക്ക് ആയത് കാരണം നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ ഹൈലൈറ്റർ ഒക്കെ ചെയ്യാനായിട്ട് ആൻഡ് കോൺടോർ ചെയ്യാനായിട്ടും. അടുത്ത എനിക്ക് കാണിക്കാനുള്ളത് പേർപ്പിൾ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ കൺസീലർ കോൺടോർ കളർ കറക്റ്റർ സ്റ്റിക്ക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് സീക്രട്ട് കീപ്പർ എന്നാണ്. ഇതിങ്ങനെ കിറ്റ്കാറ്റ്, നമ്മുടെ കിറ്റ്കാറ്റ് ഒക്കെ തുറക്കൂലേ, അതുപോലെ തന്നെയാണ് തുറക്കുന്നത്. ഇതാണ്, ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഞാൻ ബേസിക്കലി ഇതൊരു കോൺടോർ സ്റ്റിക്കായിട്ടാണ് വാങ്ങിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ഗോൾഡൻ കളർ ബട്ടൺ ഉണ്ട്. ഇത് നമ്മളൊന്ന് പുഷ് ചെയ്യുക, ഇതിപ്പോൾ പുറത്ത് വന്നില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത്രയാണ് നമുക്ക് ആകെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ആൻഡ് ഇതിൽ ഇത് അടയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കും. ആൻഡ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടഞ്ഞു പോകും. അപ്പം ഇതാണ് നമ്മുടെ കോൺടോർ സ്റ്റിക്ക്. പേർപ്പിളിൽ എന്താണ് MRP, അതിൽ ഒരിക്കലും കിട്ടില്ല. നമുക്ക് നല്ല ഓഫറിലൊക്കെ ആയിരിക്കും പേർപ്പിളിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള MRP 325 rupees ആണ്. പക്ഷെ എനിക്ക് നല്ലൊരു ഓഫറിനാണ് കിട്ടിയത്, സോ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഐലൈനർ ആണ്. ഇത് സ്റ്റേ കോക്കിയുടെ ഐലൈനർ ആണ്. സിൽവർ കളർ ഐലൈനർ ആണ്. എനിക്ക് കളേർഡ് ഐലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ ടിപ്പ് കണ്ടില്ലേ, ഇങ്ങനെയാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ്. അപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഐലൈനർ നമുക്ക് എങ്ങനെയാണോ എഴുതേണ്ടത് അങ്ങനെ നമുക്കിത് ബെൻഡ് ചെയ്യാം. അപ്പം നല്ല കൺവീനിയൻ്റ് ആണ് നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാനായിട്ട്. എൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പം എനിക്ക് വേറൊരു കളറും കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിൽവർ കളർ വാങ്ങിച്ചത്. അപ്പം നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കൊലോസൽ ലൈനർ ആണ്. ലൈനർ ആണ് കേട്ടോ. എനിക്ക് പെൻ ലൈനേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. നല്ല ബ്ലാക്ക് കളറാണ് ആൻഡ് നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ടിപ്പൊക്കെ നല്ല ഭംഗിയുള്ള പോയിന്റഡ് ആയിട്ടുള്ള ടിപ്പാണ്. നല്ല ലെങ്ത് ഉണ്ട് ടിപ്പിന്. അപ്പം നമുക്ക് കണ്ടില്ല, നല്ല ലെങ്ത് ഉണ്ട് ടിപ്പിന്. ആൻഡ് കളർ ആണെങ്കിലും ഇതാണ് കേട്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. യൂസ് ചെയ്യാനും ഈസിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയായിരുന്നു. അപ്പം നല്ല ഈസിയാണ് നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ലിപ്സ്റ്റിക്സ് ആണ്. ഐ നോ ഈ ഒരു ടൈമിൽ ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നതിന് ഒരു അർത്ഥവും ഇല്ല, കാരണം ഇത്രയും ഭാഗം മാസ്ക് ഇട്ടേക്കാണ്. ലിപ്സ്റ്റിക് കൊണ്ടോ ഇല്ലേ, ഒന്നും തന്നെ നമുക്ക് അറിയണില്ല. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാൻ, ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒബ്സെഷൻ ആയിപ്പോയി. മാസ്ക് ഇട്ടാലും ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ന്യൂഡ് കളേഴ്സ് ഒന്നുമല്ല വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻ വളരെ കുറവാണ്, എസ്പെഷ്യലി റെഡ്, മെറൂൺ, പിങ്ക് ഒക്കെ. അപ്പം ഞാൻ മൂന്നും ഞാൻ ഒരുമിച്ച് തന്നെ കാണിച്ചു തരാം കേട്ടോ. മൂന്നും ഞാൻ ഇതൊരു ഡാർക്ക് സൈഡാണ്. ഇത് നല്ലൊരു ബേബി പിങ്ക് കളറാണ്. ആൻഡ് ഇത് കുറച്ചൊരു പിങ്ക്, ഒരു റോസി പിങ്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ആണ്. മൂന്നിൻ്റെയും ഷെയ്ഡ് മൂന്നും ഡച്ചസ് ആണ് കേട്ടോ. ഡച്ചസ് ഫിയർലെസ് റെഡ്, ഡച്ചസ് മിങ്ക് പിങ്ക്, ഡച്ചസ് ഡസ്റ്റി റോസ്. അപ്പോൾ ഈ മിങ്ക് പിങ്ക് ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതൊരു റെഡിഷ് മെറൂൺ കളർ ഷെയ്ഡാണ്. ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മിങ്ക് പിങ്ക് കളർ നോക്കാം. മിങ്ക് പിങ്ക് കണ്ടില്ല, നല്ലൊരു ബബിൾ കം പിങ്ക് കളറാണ് ഇവിടെ കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ ഫിയർലെസ് റെഡ് ആണ്. നല്ലൊരു റെഡ് കളറാണ്. പ്രോപ്പർ ഒരു റെഡ് കളർ അല്ല, ഒരു പിങ്ക് കൂടിയിട്ടുള്ള, പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ് കളറാണ്. അപ്പോൾ ഇതിൽ മൂന്നിലും എൻ്റെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു മിങ്ക് പിങ്ക് ആണ്, കാരണം ഇത് നല്ലൊരു ബബിൾ ഗം പിങ്ക് കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. ആൻഡ് ഡാർലിംഗ് ഇസബെല്ലയുടെ
ലിക്വിഡ് ലിപ്സ്റ്റിക്സ് നല്ല മാറ്റാണ്, അൺകംഫർട്ടബിൾ മാറ്റ് അല്ല, നല്ല ഡ്രൈയിങ് ആയിട്ടുള്ള മാറ്റ് അല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് ഉള്ളത്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് സ്റ്റേ കോക്കിയുടെ ലുക്ക് ടു ഗ്ലാം ടു ഗിവ് എ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇവരുടെ നല്ലൊരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഇതെന്താ വരാത്ത ലിപ്സ്റ്റിക് ആണ്. ഇത് നമ്മുടെ നൈക്കയുടെ ലിപ്സ്റ്റിക്കിന്റെ സെയിം ഒരു കോപ്പി തന്നെയാണ്. ഈ ഒരു പർട്ടിക്കുലർ ലിപ്സ്റ്റിക്കിൽ എൻ്റെ കയ്യിൽ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്, ഐ വോക്ക് അപ്പ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞത്. നല്ല ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണത്, ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണത്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. എനിക്കൊന്ന് എല്ലാ സ്കിൻ ടോണും ചേർന്ന് പോകുന്ന ഒരു ലിപ് ഷെയ്ഡാണിത്. ലാസ്റ്റ് എനിക്ക് ഒരു സ്കിൻ കെയർ ഐറ്റം എൻ്റെ വിട്ടുപോയി. ഇതാണ്, ഇതൊരു വലിയൊരു ബോക്സ് ആണ്, അത്ര വലിയതല്ല എന്നാലും അത്യാവശ്യം വലിയൊരു ബോക്സ് ആണ്. ഇത് വാവ് സ്കിൻ സയൻസിന്റെ ഹൈലറോണിക് ആസിഡ് വാട്ടർ ജെല്ലാണ്. യെസ്, ഇതിൽ ഹൈലറോണിക് ആസിഡ് പ്ലസ് വൈറ്റമിൻ ബി ആൻഡ് ഇ ഉണ്ട്. ഇറ്റ് ഡീപ്ലി ഹൈഡ്രേറ്റ്സ്, ടോൺ ആൻഡ് റിവൈറ്റലൈസ് യുവർ സ്കിൻ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. വാവ് സ്കിൻ സയൻസ് ബ്രാൻഡാണ്. ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു പാക്കേജിങ് ആണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ നല്ലൊരു മിറർ പോലെയൊക്കെയാണ് ഇതിന്റെ ക്യാപ്പ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആവാത്തതാ ഇങ്ങനെയാണ്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വരും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയാനാണെങ്കിൽ ടോട്ടലി കണ്ടോ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ്, ഒരു കളറും ഇല്ല, ടോട്ടലി വെള്ളമാണ്. സോ ഇതിനെ കുറിച്ചിട്ടും ആൻഡ് ഇതിന് ഒട്ടും ഫ്രേഗ്രൻസ് ഇല്ല, ഭയങ്കര ഒരു നോർമൽ ഒരു പച്ചവെള്ളം പോലത്തെയാണ് ഇത്. ശരിക്കും ഓവർ പവറിങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അല്ല, വിച്ച് ഇസ് എ ഗുഡ് തിങ്. സോ അതിന് നല്ലൊരു ക്ലാപ്പിംഗ് കൊടുക്കണം. കാരണം സോ ഫ്രേഗ്രൻസ് ഇഷ്ടമല്ലാത്തവർക്ക്, ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യും. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ആൻഡ് നമ്മുടെ സ്കിൻ ഒന്ന് പ്ലംപ് ചെയ്യാനും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതോടുകൂടി എനിക്ക് തോന്നുന്നു എല്ലാം കവർ ആയിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പർപ്പിൾ ഹോൾ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പ്രോഡക്ട്സിന്റെ എല്ലാത്തിൻ്റെയും പർച്ചേസ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് നല്ല കാര്യമാണോ? അല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. എന്നാലും ഇങ്ങനെ നല്ല 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 വീഡിയോസ് ഇനി ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാം സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ ബൈ.